നമസ്കാരം. പാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലൊരു ഭയമല്ലേ? പാമ്പ് എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു പേടിയാണ്, കണ്ടു കഴിഞ്ഞാൽ അതിലേറെ പേടിയാണ്. പാമ്പ് പിടിക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. പാമ്പ് അങ്ങനെ വെറുതെ പിടിക്കാൻ പാടുണ്ടോ? അത് കൃത്യമായിട്ട് അതെങ്ങനെയാണ് പിടിക്കുന്നത് സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പാമ്പ് പിടിക്കാനായിട്ട്. ഈ പാമ്പ് നമ്മൾ ഒറ്റയടിക്ക് കയറി ചെന്ന് പിടിക്കരുത് കേട്ടോ. അതിന് ഈ ഒരു പാമ്പ് പിടുത്തത്തിന് ശാസ്ത്രീയമായിട്ട് പാമ്പ് പിടുത്തം പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന്. അത് കണ്ട് മനസ്സിലാക്കി ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ പാമ്പ് പിടിക്കാനായിട്ട്. ഈ പാമ്പ് പിടിക്കാനുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ ചെന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്നറിയോ? വാളയാറുള്ള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇവിടെയുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് പാമ്പ് പിടിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് മറ്റാരുമല്ല, അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിട്ടുള്ള മുഹമ്മദ് അൻവർ സാറാണ്. സാറിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാറ് പാമ്പിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് സാറ് വളരെ വിശദമായിട്ട് തന്നെ അൻവർ സാർ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊരു തിയറി ക്ലാസ് ആണ്. പക്ഷേ ഇന്ന് ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സിന് പോവുകയാണ്. പാമ്പിനെ പിടിക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് പാമ്പിനെ പിടിക്കുക അറിയണ്ടേ? പക്ഷെ അതിന് മുന്നായിട്ട് നമുക്ക് സാറിനോട് സംസാരിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. വീണ്ടും കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. പാമ്പ് ഒരു ഭീകരജീവി അല്ല എന്നാണ് നമ്മളിപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ അന്നത്തെ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റ് എന്ന് പറയുന്നത്, താഴെ വന്ന കമൻറ്റ് എന്ന് പറയുന്നത് പാമ്പ് ഭീകരജീവിയാണ് എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു ഈ പാമ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ പാമ്പിനെ പിടിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ കാണിച്ചുകൂടായിരുന്നോ, പാമ്പിൻ്റെ ചിത്രങ്ങൾ കാണിച്ചുകൂടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പാമ്പിനെ പിടിക്കാനായിട്ട് പോവാണ്. നമ്മുടെ അടുത്തൊരു പാമ്പൊക്കെ ഉണ്ട്. ഒന്നല്ല, ഒരുപാട് പാമ്പുകൾ ഇപ്പം ഉണ്ട്. ഈ പാമ്പുകൾ ഇതൊരു ഡെമോ കാണിക്കാനായിട്ടുള്ള പാമ്പാണ്. ഇതൊക്കെ വിഷമുള്ള പാമ്പാണോ? അതായത് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് റിലീസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പാമ്പുകളാണ്. അതായത് നമ്മുടെ ട്രെയിനിങ് നടത്തുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം, ഇന്നലെയോ മെനഞ്ഞാന്നോ ഒക്കെ ആയിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ പല സിറ്റുവേഷൻസിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന പാമ്പുകളെ മാത്രമാണ് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിന് ഉപയോഗിക്കാം. വളരെ അഗ്രസീവായിട്ട്, വളരെ നാച്ചുറലായിട്ട് വിഷമുള്ള പാമ്പുകൾ തന്നെയാണ് എല്ലാം. ഈ ട്രെയിനിങ് പർപ്പസിന് വേണ്ടി മാത്രം, അത് ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്താൽ അന്നേരം തന്നെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ ചെയ്തു വരുന്ന കാര്യം. ട്രെയിനിങ് പർപ്പസിന് വേണ്ടി 1-2 ദിവസം റിട്ടേൺ ചെയ്താൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ നാച്ചുറൽ ഹാബിറ്റാറ്റിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ കിട്ടുന്നതാണ്. അല്ലാതെ നമ്മൾ ട്രെയിനിങ് പർപ്പസിന് വേണ്ടി പാമ്പുകളെ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല അല്ലേ? ഓക്കെ. ഈ ട്രെയിനിങ് ആർക്കാണ് കൊടുക്കുന്നത്? സാധാരണക്കാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. സാധാരണക്കാർക്ക് ട്രെയിനിങ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാം. ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അതാത് ജില്ലയിലെ സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ആ ജില്ലയിൽ വരുന്ന ട്രെയിനിങ്ങിന് അറിയിക്കും. അതല്ലാതെ പിന്നെ റെഗുലറായിട്ട് നമ്മുടെ 2 ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലും പിന്നെ വാളയാറും. ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പുതുതായി വനം വകുപ്പിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്കാർക്ക് ഇത് കമ്പൽസറി ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് കൊടുത്തു വരുന്നുണ്ട്. എത്ര ദിവസത്തെ ട്രെയിനിങ് ആണ്? ഇതൊരു സ്നേക്ക് റെസ്ക്യൂ എന്ന് പറയുന്നത് 1 ഡേ ട്രെയിനിങ് ആണ്. പക്ഷേ അതിൻ്റെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ലൈഫ് ലോങ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ ഒരു ഓറിയൻറ്റേഷൻ കൊണ്ട് നമ്മൾ അതിൻ്റെ തിയറി, ഫോർനൂൺ സെഷൻ എന്ന് പറയുന്ന കംപ്ലീറ്റ് പാമ്പുകളെ സംബന്ധിച്ച് അതിൻ്റെ ബയോളജി, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈലി സയൻറ്റിഫിക് അല്ല. ഹൗ ടു ഐഡൻറ്റിഫൈ വെനമസ് ഹാംലെസ് സ്പീഷീസ് ഏതൊക്കെയാണ്, വെനമസ് ഏതൊക്കെയാണ് എന്നുള്ള ഒരു ബേസിക് സംഗതികൾ, ഐഡൻറ്റിഫിക്കേഷൻ. പിന്നെ സ്നേക്ക് ബൈറ്റ്സിനെ പറ്റി, ഹൗ ടു അവോയ്ഡ് സ്നേക്ക് ബൈറ്റ്സ്, ഹൗ ടു ഹാൻഡിൽ, അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഓരോ റെസ്ക്യൂ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് അതിലെന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് എന്ന് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരൊരു നല്ല ഒരു റെസ്ക്യൂറായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ദിവസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം മുതൽ പാമ്പിനെ പിടിക്കാനായിട്ട് പോകാൻ പറ്റുമോ? ഇല്ല, അത് പ്രത്യേകം പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനർമാർ കൂടെ ഉള്ളപ്പോൾ, ബാക്കി കൂടെ ഈ പലതവണ പാമ്പുകളെ ഹാൻഡിൽ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടെ ഉള്ളപ്പോൾ ഒരു പാമ്പിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല. കാരണം എന്തെങ്കിലും ആ പാമ്പ് പെട്ടെന്ന് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ഇൻ്റർവ്യൂൻ ചെയ്യാനും അത് ഒരു അപകടമില്ലാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാനും അവിടെ ആളുണ്ട്. പക്ഷേ ചിലപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്ക് ഒരാൾ ഒറ്റയ്ക്ക് പോകുമ്പോഴേക്കും അത് പെട്ടെന്നൊരു കൂടുതൽ
ഓവർ കോൺഫിഡൻസ് കാണിച്ചിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് പലപ്പോഴും അപകടം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഓവർ കോൺഫിഡൻസ് ഉണ്ടാകരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ഇതിന് ഞങ്ങൾ ചെറിയൊരു ടെക്നിക്ക് ചെയ്യും. പവർ പോയിന്റ് പ്രസൻറ്റേഷനാണ് ആദ്യം. രാവിലെയുള്ള സെഷൻ, ഉച്ചവരെയുള്ള സെഷൻ പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ് ആണ്. അപ്പോൾ അതിൽ ലാസ്റ്റ് സ്ലൈഡ് ഒരു പാമ്പ് കടിയേറ്റ് ഇങ്ങനെ കീറിമുറിച്ചൊക്കെ വെച്ചിരിക്കുന്ന ഒരു കൈയുടെയും ഒക്കെ ഒരു ചിത്രമാണ്. അപ്പോൾ അതിൽ പറയുന്നത്, നിങ്ങളിനി എത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും ആദ്യത്തെ പാമ്പിനെ നിങ്ങൾ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്രദ്ധയും കരുതലും 1001-ാമത്തെ പാമ്പിനെ പിടിക്കുമ്പോഴും 10,001-ാമത്തെ പാമ്പിനെ പിടിക്കുമ്പോഴും വേണം. ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പം എന്നും ഈ ഒരു ട്രെയിനിങ്ങിൽ കാണിച്ച ആ ഒരു സ്ലൈഡ്, ആ ഒരു കൈയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവണം എന്ന് പറയും. അപ്പോൾ ആ ഒരു കരുതലോട് കൂടിയായിരിക്കും ഒരു പാമ്പിനെ അപ്രോച്ച് ചെയ്യുന്നത്. മാത്രമല്ല, ഫസ്റ്റ് ഗ്ലാൻസിൽ ഒറ്റത്തവണ നോക്കുമ്പോഴേക്കും ആ സിറ്റുവേഷൻ എനിക്ക് തന്നെത്താൻ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയാൽ മാത്രമേ അത് അറ്റൻഡ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിന്ന് ആ പാമ്പിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് അടുത്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ചെയ്തോ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്രമേണ അവർ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരികയും ഏത് സിറ്റുവേഷനും സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ ഡെവലപ്ഡ് ആവുകയും ചെയ്യും. ഓക്കെ, ഒരുപാട് പാമ്പുകളുണ്ടല്ലോ. നമ്മൾ പിടിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഏറ്റവും അഗ്രസീവ് ആവുന്നത് ചേരയാണ് എന്ന് ഞാൻ ഇവിടെ കണ്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ചേരയാണ്, അണലിയുമാണ് ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാമ്പുകൾ. ബാക്കിയൊക്കെ വളരെ നല്ല രീതിയിൽ, ഇപ്പം മൂർഖൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിനെ റെസ്ക്യൂ ചെയ്യുകയാണെന്ന് അതിന് മനസ്സിലായി എന്നുള്ളൊരു രീതിയിലാണ് അതിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യുമ്പോൾ അത് പ്രതികരിക്കുക. പക്ഷെ ചേര അങ്ങനെ ആയിരിക്കില്ല. ചേര നല്ല രീതിയിൽ ഓടും, ഉസൈൻ ബോൾട്ടിനെ പോലെ. അപ്പോൾ അത്രയും പെട്ടെന്ന് അതിനെ ഹാൻഡിൽ ചെയ്യുക, പെട്ടെന്ന് അതിനെ ബാഗിലാക്കുക എന്നുള്ളതാണ്. ചിലപ്പം ഈ ഒരു മൂർഖൻ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ ഒരു 30 സെക്കൻഡൊക്കെ എടുക്കുമെന്നുണ്ടെങ്കിൽ ചേരയുടെ റെസ്ക്യൂ ചിലപ്പോൾ അത് ചേര ബാഗിനകത്തേക്ക് കയറുന്നത് 2 സെക്കൻഡ് കൊണ്ടായിരിക്കും. അത്ര പെട്ടെന്നായിരിക്കും. അത്രയും സ്പീഡാണ്. ഇത് ആ ബാഗും പൈപ്പും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ആർട്ടിഫിഷ്യൽ മാളം കാണിച്ചു കൊടുക്കേണ്ട താമസം പെട്ടെന്ന് ഓടി അകത്ത് കയറും. ചേര മൂർഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിയെ ഇഴഞ്ഞാണ് കയറുന്നത്. ഇത് ഒറ്റയടിക്കങ്ങ് കയറുകയാണ് ചെയ്യുന്നത്. അത്ര ഫാസ്റ്റാണ്. അപ്പോൾ കടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്തൊക്കെയാണ് ഈ റെസ്ക്യൂ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത്, അതിനെ കുറിച്ചൊന്ന് പറയാം. അതൊരു റെസ്ക്യൂ കിറ്റ്, ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്തൊരു കിറ്റ് ഉണ്ട്. അതിൽ 2 വലുപ്പത്തിലുള്ള 2 ഹുക്ക്, പിന്നെ ഒരു ഫ്രെയിം. ഈ റെസ്ക്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇരുണ്ട നിറത്തിലുള്ള 2 ബാഗ്. ആ ബാഗിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ ഫ്രെയിമുമായിട്ട് ആ ബാഗ് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇഴഞ്ഞു വരുന്ന ഒരു പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങോട്ടായിരിക്കും ഇഴയുന്നത് എന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളിന് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മിക്കവാറും ഈ കോർണറിലൂടെയോ ഓപ്പൺ ഏരിയക്കാളും അത് പ്രിഫർ ചെയ്യുന്നത് ബിൽഡിങ്ങിൻ്റെ മൂലയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അത് ഇഴഞ്ഞു വരുന്ന ആ വഴിയിൽ ഈ ബാഗും ഫ്രെയിമും കൂടെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെത്താൻ അത് വന്ന് അതിനകത്ത് കയറും. അതിനെ പാക്ക് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യാം. അതൊന്ന്. പിന്നെ ആ ബാഗിൽ ഒരു പാമ്പിനെ ഉള്ളപ്പോഴും നമുക്ക് ആ ബാഗിൽ പിടിക്കാൻ പറ്റുന്ന ഒരു കോർണറുണ്ട്. അത് വേറൊരു കളറിൽ ക്രോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പീസ് പൈപ്പ്, ഒരു പൈപ്പിൻ്റെ പീസും ഈ ബാഗും കൂടെ വെച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ മാളം ക്രിയേറ്റ് ചെയ്തിട്ട് പാമ്പിനെ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ പാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈഡ് ഔട്ട്, സേഫ് ആയിട്ടുള്ള ഒരു ഹൈഡ് ഔട്ട് ആണെന്ന് തോന്നും. പാമ്പ് മാളം ആയിട്ട് തോന്നിയിട്ട് ആ പൈപ്പിലൂടെ ബാഗിനകത്തേക്ക് കയറുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ ഒരു തരത്തിലും അതിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബലം പ്രയോഗിക്കുകയോ സമ്മർദ്ദം ചെലുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ കാമായിട്ട് എൻ്റെ ഒരു സേഫ് ഹൈഡ് ഔട്ട് ആണ് എന്ന ധാരണയിൽ അതിനകത്തേക്ക് കയറി പോകുന്നു. നമ്മൾ അതോടുകൂടി എടുത്ത് അടുത്ത സ്ഥലത്ത് റിലീസ് ചെയ്യുന്നു. അതാണ് മെത്തേഡ്. അപ്പോൾ എന്തായാലും നമുക്ക് പാമ്പിനെ പിടിച്ച് നോക്കാം. അപ്പോൾ മുഹമ്മദ് അൻവർ സാറ് നമ്മുടെ കൂടെ ഉണ്ട് പാമ്പിനെ പിടിക്കാനായിട്ട്. പാമ്പിനെ എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് പിടിക്കുക എന്ന് കാണിച്ചു തരാനായിട്ട് നമുക്ക് പോവാം. ഒരു കഷ്ണം PVC പൈപ്പും ഇരുണ്ട കളറിലുള്ള ഒരു തുണി കൊണ്ടുള്ള ബാഗും ഉപയോഗിച്ച് ഒരു ആർട്ടിഫിഷ്യൽ ഹൈഡ് ഔട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മാളം പോലെ, പാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാളം പോലെ തോന്നിക്കുന്ന ഒരു കൃത്രിമമായ ഒരു ഹൈഡ് ഔട്ട് ക്രിയേറ്റ് ചെയ്യുക. ആ പൈപ്പ് ബാഗിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു ഇഷ്ടികയുടെ സഹായത്തോടു കൂടി ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു കോർണറിലോ മറ്റോ അത് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോഴേക്കും പാമ്പിന് നോക്കുമ്പോഴേക്കും അതൊരു മാളം പോലെ തോന്നും. അത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പാമ്പ് ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഹുക്ക് ഉപയോഗിച്ച് പാമ്പിനെ സപ്പോർട്ട് ചെയ്ത് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഹൈഡ് ഔട്ടിൻ്റെ അടുത്തേക്ക് പാമ്പിനെ കൊണ്ടുവരുന്നു. പാമ്പ് മാളമാണെന്നുള്ള ധാരണയിൽ പൈപ്പിലൂടെ നമ്മുടെ ബാഗിനകത്തേക്ക് കയറുന്നു. ആ ബാഗ് നമ്മൾ പാമ്പ് കംപ്ലീറ്റ് കയറിയതിന് ശേഷം ഹുക്ക് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയിട്ട് അതിനെ ആ ഇഷ്ടിക മാറ്റിയിട്ട് ഹുക്ക് ഉപയോഗിച്ച് ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് പാക്ക് ചെയ്തെടുത്തിട്ട് തൊട്ടടുത്ത അനുയോജ്യമായ സ്ഥലം
അൻവർ സാറ് എങ്ങനെയാണ് പാമ്പിനെ പിടിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തന്നു. ഇത് പാമ്പിനെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇവിടെയുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് കൊടുത്ത ട്രെയിനിങ് ആണ്. എല്ലാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും കമ്പൽസറി ആയിട്ട് ഈ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കണമെന്നാണ്. അപ്പോൾ അവർക്ക് കൊടുത്ത ട്രെയിനിങ് ആണ് നമ്മൾ കണ്ടത്. ഇത് കണ്ടിട്ട് ആരെയും പാമ്പിനെ പിടിക്കാനൊന്നും പോകരുത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് പാമ്പിനെ പിടിക്കാൻ പോകരുത്. ഇങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് പാമ്പിനെ പിടിക്കേണ്ടത് എന്ന് ജസ്റ്റ് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ എന്തായാലും വിശേഷങ്ങൾ തുടരുകയാണ്. ഇനിയും ഇതുപോലെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോയുമായി വരാം. അതുവരേക്കും ഇറ്റ്സ് മീ സുനിൽ സൈനിങ് ഓഫ്.